പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന 22-ാം തീയതി ജോയിന്റ് കൗൺസിൽ നേതൃത്വം നൽകുന്ന അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പുതിയൊരു സമര രൂപം സൃഷ്ടിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിലും സമര ചങ്ങല എന്നൊരു സമര രൂപം കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും 22-ന് വൈകുന്നേരം 3:30-ക്ക് ശേഷം സൃഷ്ടിക്കുകയാണ്. ഇതിലൂടെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ഉന്നയിക്കുന്നത് കേരളത്തിലെ സിവിൽ സർവീസിനെ സംരക്ഷിക്കുക എന്ന ഏറ്റവും മഹനീയമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വരുന്നത്. സിവിൽ സർവീസ് സംരക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ ആകെ സംരക്ഷിക്കപ്പെടുക എന്ന് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സിവിൽ സർവീസ് ഏറ്റവും മെച്ചപ്പെട്ടതാകണം. സിവിൽ സർവീസിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനം ഏറ്റവും വേഗതയിലും ഏറ്റവും മെച്ചപ്പെട്ടതുമായിരിക്കണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരം മെച്ചപ്പെട്ട സേവനം നൽകണമെങ്കിൽ സിവിൽ സർവീസിലേക്ക് ഏറ്റവും മിടുക്കരായ ചെറുപ്പക്കാർ കടന്നു വരണം. അങ്ങനെ അവർ കടന്നു വരണമെങ്കിൽ സിവിൽ സർവീസിലെ സേവന വേതന വ്യവസ്ഥകളും ഏറ്റവും മെച്ചപ്പെട്ടതും ഏറ്റവും സംതൃപ്തവും ആയിരിക്കണം. എന്നാൽ നിലവിൽ കേരളത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട സിവിൽ സർവീസ് ഉണ്ട് എങ്കിലും അതിലെ ജീവനക്കാർക്ക് കൃത്യമായും ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണം 2024 ജൂലൈ 1 മുതൽ ലഭിക്കേണ്ട 12ാമത്തെ ശമ്പള പരിഷ്കരണം ലഭിച്ചിട്ടില്ല. അപ്പോൾ ശമ്പള പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യം എത്രയും വേഗം ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം കേരളത്തിലെ സിവിൽ സർവീസിനെ അനാകർഷകമാക്കുന്നത്, അത് കേരളത്തിലെ മാത്രം ഒരു പ്രശ്നമല്ല, ഇന്ത്യയിലാകെ സിവിൽ സർവീസിനെ അനാകർഷകമാക്കുന്നത് 2004 മുതൽ ഇന്ത്യയിൽ തുടക്കമിട്ട പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ്. ഈ പെൻഷൻ പദ്ധതിയിൽ അംഗമാകുന്ന ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളത്തിൽ നിന്നും 10% പെൻഷന് വേണ്ടി പ്രതിമാസം മാറ്റിവെക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല, ഈ മാറ്റിവെക്കുന്ന തുകയ്ക്ക് ഒരുവിധ ഉറപ്പും ഈ പെൻഷൻ ഏജൻസി നൽകുന്നില്ല. വിരമിക്കുന്ന ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നില്ല, അവർക്ക് കുടുംബ പെൻഷൻ ലഭിക്കുന്നില്ല, മിനിമം പെൻഷൻ എത്രയാണ് എന്ന് ഉറപ്പ് നൽകാൻ പോലും കഴിയുന്നില്ല. പലപ്പോഴും തുച്ഛമായ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ തുകയ്ക്ക് പകുതി പോലും എത്താത്ത തുകയാണ് പലർക്കും ഇതിനകം വിരമിച്ച ജീവനക്കാർക്ക് അധ്യാപകർക്ക് പെൻഷനായി ലഭിക്കുന്നത്. പെൻഷനാകുന്ന വിരമിക്കുന്ന ജീവനക്കാരും അധ്യാപകരും വലിയ ദുരിതത്തിലേക്ക് പോവുകയാണ്. അതിനെതിരെ വലിയ പ്രക്ഷോഭം ഇന്ത്യയിലെമ്പാടും നടക്കുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ഈ സമരത്തെ ഏറ്റെടുത്തിട്ടുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ കാലഘട്ടത്തിൽ തന്നെ ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് അവസാനം കുറിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുന്നതിന് മുമ്പ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി അവസാനിപ്പിക്കുകയും ജീവനക്കാർക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത ഉറപ്പുള്ള പെൻഷൻ പദ്ധതി അത് പ്രഖ്യാപിച്ച് ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച നടത്തി അവർക്കും കൂടെ സ്വീകാര്യമായ ഒരു പദ്ധതിയാക്കി അത് മാറ്റണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ശമ്പള പരിഷ്കരണവും ക്ഷാമബത്തയുടെ കുടിശ്ശിക ക്ഷാമബത്ത പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ മുൻകാല പ്രാതിനിധ്യം നഷ്ടപ്പെടുന്നതും കേരളത്തിലെ ജീവനക്കാർക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഈ വിഷയങ്ങൾ ഉയർത്തുന്നതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ കേരള ഗവൺമെന്റിന്റെ സാമ്പത്തിക വികസന നയങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന, ഒരുപക്ഷെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന പ്രധാന സംഗതി എന്ന് പറയുന്നത് കേന്ദ്രം സാമ്പത്തികമായി ഈ സംസ്ഥാനത്തെ ഉപരോധിക്കുന്നതാണ്. ആ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഈ വരുന്ന 22-ന് സമരച്ചങ്ങല തീർത്തുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. ഈ സമരച്ചങ്ങലയിൽ കേരളത്തിലെ ജീവനക്കാരും അധ്യാപകരും മാത്രമല്ല, ഈ സിവിൽ സർവീസിനെ സംരക്ഷിക്കണമെന്നും ഇങ്ങനെ നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന മുഴുവൻ പൊതുജനങ്ങളും ഇതിനകത്ത് ചങ്ങലയിൽ കൈകോർത്തുകൊണ്ട്
ഇത് വിജയിപ്പിക്കണം എന്നാണ് ജോയിന്റ് കൗൺസിലിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. അവകാശ സംരക്ഷണത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനത്തിനുമെതിരെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരച്ചങ്ങല തീർക്കുന്നു. 2026 ജനുവരി 22 ലോക്ഭവൻ മുതൽ സെക്രട്ടേറിയറ്റ് വരെയും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരച്ചങ്ങല തീർക്കുന്നു.